നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റാമാസ്ക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുനാൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റാമാസ്ക്, അത് എങ്ങനെ നമുക്ക് വേറൊരു മൊബൈലിലേക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി പറയാനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റാമാസ്കിന്റെ 12 അക്ക കീവേഡ് നമ്മുടെ കയ്യിൽ വേണം. പാസ്വേഡ് നിർബന്ധമില്ല, കീവേഡ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ കീവേഡ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. പുതിയ മൊബൈലിൽ അല്ലെങ്കിൽ പുതിയ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മൾ താഴെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും മുകളിലത്തെ തന്നെ നമുക്ക് പഴയത് റിക്കവർ ചെയ്തെടുക്കാനും അതിന്റെ തൊട്ട് താഴത്തെ രണ്ടാമത്തത് പുതിയത് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പം നമുക്ക് എന്താണ് പഴയ വാലറ്റ് റിക്കവർ ചെയ്തെടുക്കുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കോളത്തിൽ തന്നെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇന്റർഫേസിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ 12 അക്ക കീവേഡ് ഉണ്ടല്ലോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ എഴുതി വെച്ചിരിക്കുന്ന കീവേഡ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം ചെറിയ അക്ഷരമായിരിക്കണം. ഒരു വാക്ക് എഴുതി കഴിയുമ്പോൾ 12 വാക്കല്ലേ, ഒരു വാക്ക് എഴുതി കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക്, അങ്ങനെ 12 വാക്ക് എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വലത് സൈഡിൽ ഈ മേളിൽ ഷോ എന്നെഴുതില്ല, അതെല്ലാം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ അത് കറക്റ്റ് 12 വാക്കുകളും എഴുതി കഴിഞ്ഞിട്ട് താഴെ പാസ്വേഡ് പുതിയ പാസ്വേഡ് വേണമെങ്കിൽ പുതിയ പാസ്വേഡ് കൊടുക്കാം, പഴയ പാസ്വേഡ് വേണമെങ്കിൽ പഴയ പാസ്വേഡ് കൊടുക്കാം. പഴയ പാസ്വേഡ് അറിയാവുന്നവർ പഴയത് തന്നെ കൊടുക്കുക. അതില്ലാന്നുള്ളതും കുഴപ്പമില്ല, പുതുതാണേലും കൊടുക്കുക. കറക്റ്റായിട്ട് 8 അക്ഷരമെങ്കിലും വേണം പാസ്വേഡിന്. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് 2 കോളത്തിലും കൊടുത്ത്, ഞാനിപ്പോൾ 2 കോളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഒരേ വാക്കുകളും എഴുതി കഴിയുമ്പോൾ നമ്മൾ ഗ്യാപ്പിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ സ്ട്രോങ് എന്ന് എഴുതി കാട്ടും. ആ സ്ട്രോങ് എന്ന് എഴുതി കാട്ടുന്നത് വരെ നമ്മൾ പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് താഴെ കൊടുത്തു കഴിയുമ്പോൾ ശരി വരും. അപ്പോൾ കറക്റ്റാന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് താഴെ ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും. ഇങ്ങനെ ഇന്റർഫേസ് വരുമ്പോൾ ഇവിടെ നമ്മൾ നോ താങ്ക്സ് കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ വാലറ്റിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എത്തേറിയം മെയിൻ നെറ്റ്വർക്കിലായിരിക്കും ഇത് കിടക്കുന്നത്. നേരെ ഒന്ന് ചേഞ്ച് ചെയ്യണം. എതേറിയം യൂസ് ചെയ്യുന്നവർക്ക് ഇത് തന്നെ മതി. ഇനി നമ്മുടെ ടോക്കണൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ടോക്കണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഏത് ടോക്കനാണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊന്ന് ആഡ് ചെയ്താൽ മതി. പിന്നെ BNB സ്മാർട്ട് ചെയിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ ഈ BNBയിലേക്ക് മാറ്റണം. ആ BNBയിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക, ഏറ്റവും മേളിലും എതേറിയം എന്ന് കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നെറ്റ്വർക്ക് എഴുതി കാട്ടുന്നുണ്ട്. BNB സ്മാർട്ട് ചെയിൻ കാണിക്കാത്തവര് ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. കാണിക്കാത്തവരെന്താ ചെയ്യുക, ഏറ്റവും താഴെ ആഡ് നെറ്റ്വർക്കിലൊന്ന് പോവുക. ആഡ് നെറ്റ്വർക്ക് പോകുമ്പോൾ ഇവിടെ ഇത് എഴുതി കാട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഏതാണ്ട് മൂന്നാമതായിട്ട് BNB സ്മാർട്ട് ചെയിൻ കിടപ്പുണ്ടാവും. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് എന്ന് താഴെ എഴുതി കാട്ടും. അതിലൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ BNBയിലേക്ക് ചേഞ്ച് ആവും. ചേഞ്ച് ആയി കഴിയുമ്പോൾ നേരെ BNB സ്മാർട്ട് ചെയിനിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പം നിങ്ങൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തേക്ക് ചേഞ്ചായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.